Hi all, welcome back. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്, രണ്ട് കേസസ്, രണ്ട് ടൈപ്പ് ഓഫ് കേസസ് ആണ്. അതിൽ ഒന്ന്, എൻ്റെ കുട്ടിക്ക് 2 വയസ്സായി, അതിൽ കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കുഞ്ഞിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ ഒന്നോ രണ്ടോ ട്രൂ വേർഡ്സ്, അതായത് അമ്മ, അച്ഛ, വീട്ടിലുള്ള ആൾക്കാർ പേരൊക്കെ പറയുന്നുണ്ടാകും, ചിലപ്പോൾ ഒന്നും പറയുന്നില്ല. അങ്ങനത്തെ ഒരു കേസ്. അത്തരം കേസസിൽ ചില പേരൻസ് പറയും ഡോക്ടർ പറഞ്ഞു ഓക്കെ ആണ്, വെയിറ്റ്, കുട്ടി സംസാരിച്ചോളും, വേറെ കുഴപ്പമൊന്നുമില്ല, സംസാരിച്ചോളും, വെയിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ വരുന്ന രണ്ടാമത്തെ ഒരു സിനാരിയോ ആണ്, ഒന്നുകിൽ പേരൻസിന് ആർക്കെങ്കിലും സ്പീച്ച് ലേറ്റ് ആയിട്ടുള്ളൊരു ഇതുണ്ടാകാം, ഒരു ഹിസ്റ്ററി ഉണ്ടാവാം, അതുകൊണ്ട് കുട്ടി സംസാരിച്ചോളും, ലേറ്റ് ആയ കുഴപ്പമില്ല. അതല്ലെങ്കിൽ കുട്ടീൻ്റെ മൈൽ സ്റ്റോൺസ്, നടന്നത്, ഇരുന്നത്, കമിഴ്ന്നത് എല്ലാം തന്നെ ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് കുട്ടി ഇത്തിരി വൈകിട്ടാണെങ്കിലും സംസാരിച്ചോളും. ഇത് ഓക്കെ ആണോ, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ, ഒരു 3-4 വയസ്സ് വരെ നോക്കിയിട്ടും സംസാരിച്ചില്ലെങ്കിൽ സ്പീച്ച് തെറപ്പിയിലേക്കൊക്കെ കടന്നാൽ പോരെ എന്നത് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സംശയമാണ്. അപ്പം ഇത് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഇത്തരം കേസസിൽ നമുക്ക് വെയിറ്റ് ചെയ്യുന്നത് 3 വയസ്സ് വരെയും 3.5 വയസ്സ് വരെയൊക്കെ വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ആണോ അല്ലയോ. സോ അറിയാൻ വേണ്ടി ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. നിങ്ങൾ എന്നെ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പേര് സുനൈന, ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറപ്പിസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ സേവനങ്ങൾ, അതിൽ ഓക്യുപേഷണൽ തെറപ്പി, സ്പീച്ച് തെറപ്പി മുതലായവയെല്ലാം തന്നെ ലഭ്യമാണ്. പെരന്റൽ ഗൈഡൻസ് പ്രോഗ്രാംസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. സോ അതറിയാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാകും. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ അതിൻ്റെ ആൻസർ നോ, നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതൊരു റിസ്ക് ആണ്, നിങ്ങൾ എടുക്കുന്ന ഒരു റിസ്ക് മാത്രമാണത്. കാരണം ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവാം, 2 വയസ്സായിട്ട് അല്ലെങ്കിൽ 2.5 വയസ്സായിട്ട് സംസാരിച്ച് തുടങ്ങുന്ന കുട്ടികൾ ഉണ്ടാകാം. നമ്മൾ ലേറ്റ് ടോക്കേഴ്സ്, ലേറ്റ് ബ്ലൂമേഴ്സ് എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ കുട്ടി അത്തരത്തിലുള്ളതാണോ അല്ലയോ എന്നുള്ളത് നമുക്കൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതേപോലെ തന്നെ പ്രത്യേകിച്ചും പേരൻസിനൊരു ഹിസ്റ്ററി ഉണ്ട്, സംസാരം ഡിലേ ആയിട്ടുള്ള ഹിസ്റ്ററി പേരൻസിനുണ്ട്. അതേപോലെ തന്നെ മോട്ടോർ മൈൽ സ്റ്റോൺസ് എല്ലാം, നടന്നത്, ഇരുന്നതൊക്കെ ലേറ്റ് ആയിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ സംസാരത്തിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി കെയർ എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 2 വയസ്സായിട്ട് സംസാരം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ 2-3 വാക്കുകളെ പറയുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തായാലും ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതായത് 2 വയസ്സായിട്ടും കുട്ടി സംസാരിച്ച് തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് വാക്കുകളെ പറയുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു റിസ്ക് ഫാക്ടറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വയസ്സ് പ്രായമാകുമ്പോഴത്തേക്കും ചെറിയ 2 വാക്കുകൾ കൂട്ടി സംസാരിക്കുന്ന പ്രായമാണ്. അതായത് അച്ഛൻ വന്നു, അമ്മ പോയി, എനിക്ക് താ, അങ്ങനെയൊക്കെ പറയുന്ന ബോൾ താ, അങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ഒരു പ്രായമായി കഴിഞ്ഞു. ഇനി അതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു സ്പീച്ച് ഡിലേ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ നമ്മൾ കുട്ടീൻ്റെ ഇമിറ്റേഷൻ സ്കിൽസും കൂടി കൺസിഡർ ചെയ്യണം. അതായത് കുട്ടി എത്രത്തോളം നമ്മൾ നന്നായിട്ട് കോപ്പി ചെയ്യുന്നു, അതാണ് അതിൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള മീനിങ്. അതായത് നമ്മൾ ചിലപ്പം മുഖം കൊണ്ട് പല ആക്ഷൻസ് കാണിച്ചു കൊടുക്കും, ചിലപ്പോൾ നമ്മൾ ഫണ്ണി ആയിട്ടുള്ള സൗണ്ട്സ് ഉണ്ടാക്കും, അത്തരം കാര്യങ്ങൾ കോപ്പി ചെയ്യും. നമ്മൾ ക്ലാപ്പ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് അത് ക്ലാപ്പ് ചെയ്യുന്നു, നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ കുട്ടി അതുപോലെ ഡാൻസ് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും അയ്യോ അങ്ങനെയൊക്കെ എക്സ്ക്ലമേഷൻ അത്രയും ആശ്ചര്യത്തോടെ അല്ലെങ്കിൽ അത്രയും ഒരു ഫണ്ണി വോയിസിലൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് കുഞ്ഞ് അതുപോലെ കോപ്പി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, അതൊക്കെ ഇമിറ്റേഷൻ സ്കിൽസിൽ വരുന്നതാണ്. ഈ ഒരു ഇമിറ്റേഷൻ സ്കിൽസ് കൂടി നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി അതുപോലെ തന്നെ കുട്ടിയുടെ സോഷ്യൽ സ്കിൽസ്, കുട്ടി പുറത്തുള്ള ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ കുട്ടിയുടെ ഗ്രൂപ്പിൽ കുട്ടീൻ്റെ ഏജിൽപ്പെട്ട കുട്ടികളെ കാണുമ്പോൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അവരെ കൂടെ കളിക്കാൻ, അവരുടെ അടുത്ത് ചിരിക്കുന്നത്, അവരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, അവരെ സംസാരം ശ്രദ്ധിക്കുന്നത്, അത്തരം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ കുട്ടികളുടെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ്, ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി, അതേപോലെ മറ്റുള്ള ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, ഇതെല്ലാത്തിലേക്കും നമ്മൾ പോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടോ ഇല്ലയോ എന്നൊരു ഡയഗ്നോസിസിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ നമുക്ക് എത്രത്തോളം നേരത്തെ എത്തുന്നു അത്രത്തോളം നമുക്ക് കിട്ടുന്ന ഔട്ട്കംസ് വളരെ ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 വയസ്സായിട്ടും എൻ്റെ കുഞ്ഞ് സംസാരിക്കുന്നില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ എന്താ പറയുക, അച്ഛൻ ഇത്ര ഡിലേ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുട്ടിയുടെ ലേറ്റ് ആവും, മോട്ടോർ മൈൽ സ്റ്റോൺസ് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ ടു വെയിറ്റ്, സ്പീച്ച് കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക, അതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ വിചാരിച്ചിരിക്കാണ്ട് എത്രയും പെട്ടെന്ന് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് സ്പീച്ച് തെറാപ്പി വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്
ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.